Hello, I'm on the way. என் அருகே இருந்தாய் நிலவே, நான் தனியே மொழியும் கனவே, ஆன்மாவின் இதழ் பூவே மலரே, நான் உயிரே தனியே. மேலே வானில் நிலாவை போலே அலைவோம் இனி, மேலே மழையிலாடும் மயிலை போலே திரிவோம் இனி, கீழே மேலே வானில் நிலாவை போலே அலைவோம் இனி, மேலே மழையிலாடும் மயிலை போலே திரிவோம் இனி, கீழே காணாத கதை அறியாத இது நூறு நூறு தாளங்கள் ஒன்றிலாய் பாடலாகட்டும், விலகாத கண்ணில் அகழாத இது நூறு நூறு பூக்காலம் ஒன்றிலாய் வந்து சேர. ഹലോ മിസ്റ്റർ ദീക്ഷിത് ശിവപ്രസാദ്, എന്താണ് സി ബി ഐക്കാർക്കൊക്കെ പാവം എഫ് ബി ഐക്കാരുടെ സഹായം ചോദിച്ചത്? This is a complicated story, so we need your help, Mrs. Vamika Surendran. ഓക്കെ. നമ്മുടെ വിക്ടിംസിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് തൻ്റെ ഇൻവെസ്റ്റിഗേഷനിലൂടെ താൻ കണ്ടുപിടിച്ച ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയി പറ. First victim name Medha Maharan, 19 years. ഗ്ലോബൽ യൂണിവേഴ്സിറ്റി കോളേജിലെ BSc സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ ഡിസംബർ 25-നാണ് മേധയുടെ അച്ഛൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിന്നും ആ കുട്ടി സൂയിസൈഡ് ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. തീ കത്തി മരിക്കുകയാണ് ഉണ്ടായത്. അന്വേഷിച്ചു വന്നപ്പോഴാണ് ആ കുട്ടി സൂയിസൈഡ് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നെന്ന് കണ്ടെത്തിയത്. ബ്രേക്കപ്പ്, പ്രണയനൈരാശ്യം അങ്ങനെ എന്തോ ആയതുകൊണ്ട് വിഷമം താങ്ങാൻ കഴിയാതെയാണ് സൂയിസൈഡ് ചെയ്തതെന്ന്. അത് മാത്രമല്ല, ആ കുട്ടിയുടെ ഫാദർ അത് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പരാതിയില്ലാത്തത് കൊണ്ട് ഈ കേസ് ക്ലോസ് ആക്കുകയാണ് ഉണ്ടായത്. Second victim? സെക്കൻഡ് വിക്ടിം അതർ, 21 ഇയേഴ്സ്. ഗ്ലോബൽ യൂണിവേഴ്സിറ്റി കോളേജിലെ തന്നെ BCom ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതാണ്. കഴിഞ്ഞ ജാനുവരി 6-ന് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചാണ് അഥർവ് മരിക്കുന്നത്. ഫ്ലൂയിഡ് ലീക്ക് എന്ന് തന്നെയാണ് പ്രൈമറി റിപ്പോർട്ട്. അതിലും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കേസും ക്ലോസ്ഡ് ആക്കുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ നമ്മുടെ ഈ രണ്ട് വിക്ടിംസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള റീസൺ? റീസൺ, അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. മേധ മരിക്കാനിടയായത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പായിരുന്നു. ആൻഡ് യു നോ വൺ തിങ്, ഈ മേധ മെഹറിന്റെ പപ്പയുടെ ബ്രദറാണ് ഈ അഥർവ്. ബ്രദർ? അപ്പോൾ ആ കുട്ടി പ്രണയിച്ചത് അവളുടെ ചെറിയച്ഛനെയാണോ? യെസ്, ഈ റിലേഷന്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഇത് ഇങ്ങനെ. ആൻഡ് റീഓപ്പൺ ചെയ്യാനുള്ള മെയിൻ ഇന്റൻഷൻ, ഒരു കോൾ വന്നിരുന്നു. ഒരു പെൺകുട്ടിയാണ് വിളിച്ചത്. ഈ രണ്ടു പേരുടെയും മരണത്തിൽ എന്തോ ദുരൂഹത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് റീഓപ്പൺ ആക്കണമെന്നൊക്കെ പറഞ്ഞു. ആദ്യം ഒന്നും കാര്യമാക്കിയില്ല. ഈ കോൾ തുടരെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഒന്ന് ആലോചിച്ചത്. ഈ രണ്ട് ബോഡീസും കത്തിയ നിലയിലായതുകൊണ്ട് തന്നെ രണ്ടും ഐഡന്റിഫൈ ചെയ്തതും പോലീസിനെ ഈ വിവരം അറിയിക്കുന്നതും അയാളായിരുന്നു, ഫാദർ, മേധയുടെ ഫാദർ. അതാണ് വീണ്ടും ഇതൊരു റീഓപ്പൺ വഴിയിലേക്ക് വന്നത്.
എന്നാലും അവരെങ്ങനെ? അവർ എങ്ങനെയെന്ന് എനിക്കും അറിയില്ല. അതിലേക്കാണ് ഇനി നമ്മൾ എത്തേണ്ടത്. അപ്പൊ നമ്മൾ എവിടുന്ന് തുടങ്ങണം? എല്ലാം എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടുന്ന് തന്നെ നമുക്കും തുടങ്ങാം. അപ്പോ അവരുടെ കോളേജ്. കോളേജിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്കിപ്പം സംശയിക്കാൻ തെളിവുള്ളത് അലയിലാണ്. അലയും മേധയും കോളേജിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്ക ഇഷ്യൂസും അഥർവിന്റെ പേരും പറഞ്ഞിട്ടാണ്. എങ്ങനെ ഇഷ്യൂ ഇല്ലാതിരിക്കും? ഒരേ സമയം 2 വണ്ടി ഓടിക്കാൻ നോക്കിയിട്ടല്ലേ? അലയുമായിട്ട് റിലേഷൻ ഉള്ളപ്പോൾ തന്നെ മേധയുമായിട്ട്, അതും സ്വന്തം ചേട്ടൻ്റെ മകളുമായിട്ട് അത്തരത്തിലൊരു മോശം റിലേഷൻ കൊണ്ടുപോയപ്പോൾ അല പ്രതികരിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ഇപ്പോൾ നമുക്ക് ഒരു വശം മാത്രമേ അറിയൂ. ഒരു നാണയത്തിന് 2 വശം എന്ന് പറയുന്നത് പോലെ ഒരു വശം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. മറുവശം എന്താന്ന് അറിയണമെങ്കിൽ അത് നമ്മൾ കണ്ടെത്തണം. ഇതാണ് അലയുടെ വീട്. ആരാ? ഐ എം വാമിക സുരേന്ദ്രൻ ഫ്രം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അലയെ കാണാൻ വന്നതായിരിക്കും അല്ലേ? കയറിയിരിക്കൂ, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ മാം, ഞാനാണ് അല. അല, ദീക്ഷിത് ഫ്രം CBI. ഞങ്ങൾ എന്തിനാ വന്നത് എന്ന് ഊഹിക്കാമല്ലോ. ആ സർ, ചോദിച്ചോളൂ. താനും അഥർവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ അവന് വെറുമൊരു അഫെക്ഷൻ മാത്രമായിരുന്നു. അവന് ഇഷ്ടവും പ്രണയവും എല്ലാം മേധയോടായിരുന്നു. മേധയുമായിട്ട് കുറേ ഇഷ്യൂസ് കോളേജിൽ ഉണ്ടാക്കിയതായിട്ട് അറിഞ്ഞു. പേഴ്സണലായിട്ട് നല്ല എനിമീസ് ആയിരുന്നല്ലേ? അപ്പുവിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾക്കിടയിൽ മിക്കപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉപ്പച്ചിയുടെ മരണവുമായി അവളുടെ പപ്പയ്ക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉപ്പച്ചിയുടെ മരണവുമായി? അതെങ്ങനെ? അത് എനിക്ക് ശരിക്കറിയില്ല. അതുമായി അവളുടെ പപ്പയ്ക്ക് ബന്ധമുണ്ടെന്ന് ഞങ്ങളുടെ കുഞ്ഞത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, അങ്ങനെ. താൻ അവളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എത്രയൊക്കെ ദേഷ്യം പുറമേ ഉണ്ടായിരുന്നെങ്കിലും അവളെന്റെ രക്തം തന്നെയല്ലേ. പരസ്പരം കൊല്ലണമെന്ന് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് പണ്ടേ എന്നെ കൊല്ലാമായിരുന്നു. വാട്ട്? അവൾ നിങ്ങളുടെ ബ്ലഡ്? അതെങ്ങനെ? എൻ്റെ ഉപ്പച്ചിയുടെ കസിൻ സിസ്റ്ററാണ് അവളുടെ ഉമ്മച്ചി. അതുപോലെ എൻ്റെ മമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. എങ്കിൽ താൻ പൊക്കോ, തൻ്റെ അമ്മയോട് നിങ്ങൾ വരാൻ പറ. ഇതിപ്പോ ആകെ കുഴഞ്ഞു കിടക്കുവാണല്ലോ. ഇപ്പോൾ ഈ കേസ് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയി. അവളുടെ അമ്മയുടെ ഭാഗം കൂടെ കേട്ടു നോക്കാം. നീ തന്നെയല്ലേ പറഞ്ഞത് എല്ലാ വശവും അറിയണമെന്ന്? എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. അല ഞങ്ങളോട് പറഞ്ഞു മേധ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്ററിന്റെ മകളാണെന്ന്, അതുപോലെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണെന്ന്. അതെ, എൻ്റെ നാദുവിൻ്റെ മകളാ. ഞങ്ങൾക്ക് കിട്ടിയ ഡീറ്റെയിൽസ് പ്രകാരം മേധയുടെ ജനനത്തോടെ തന്നെ അവളുടെ അമ്മ മരിച്ചു. അപ്പോൾ നിങ്ങളുടെ നാദുവിൻ്റെ കുഞ്ഞിന് എന്തുകൊണ്ട് നിങ്ങൾ ഒരമ്മയുടെ സ്നേഹവും പരിഗണനയും കൊടുത്തില്ല? ഒരുപക്ഷെ അത് കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നാവുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട്? എൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെടുത്തിയ പോലെ എൻ്റെ മകളെയും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ നാദുവിനും. അതുകൊണ്ട് അവൾ തന്നെയാണ് എന്നെയും കുഞ്ഞിനെയും അവളിൽ നിന്ന് അകറ്റി നിർത്തിയത്. നിങ്ങളുടെ ഹസ്ബൻഡിനെ എങ്ങനെ നഷ്ടപ്പെട്ടു? അതും അവരുമായി എന്ത് ബന്ധമാണുള്ളത്? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല.
അതിനെക്കുറിച്ച് നാദുവിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കറിയാമായിരുന്നു അവരുടെ ബ്രദറിൻ്റെ മരണവുമായി JKക്ക് ബന്ധമുണ്ടെന്ന്. എന്നിട്ട് പിന്നെ എന്തിന് അവർ JKയുടെ ഭാര്യയും അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയുമായി? എല്ലാം അറിഞ്ഞിട്ടും അവൾ അങ്ങോട്ട് പോയത് അവന് വേണ്ടിയായിരുന്നു. ആർക്ക് വേണ്ടി? പറയാം. സപ്പോസ് നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ നിങ്ങൾ ആദ്യത്തെ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറും? എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചത് അവനാണ്. എന്നിലെ അമ്മയെ ആദ്യം അറിഞ്ഞതും അവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര കുട്ടികളുണ്ടായാലും അവന് കൊടുത്ത സ്ഥാനത്തിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല. ഓക്കെ സാം, വെയിറ്റ് ചെയ്യൂ, സാർ ഇപ്പോൾ വരും. ആടാ, ഇന്റർവ്യൂ കഴിഞ്ഞു. ഇല്ല, അവനെ കണ്ടില്ല. എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. സർ വിളിക്കുന്നുണ്ട്. ഞാൻ പോയി കണ്ടിട്ട് വരാം.